ഇന്നേരം നമുക്ക് ഒരു മത്തിപ്പീര കൊണ്ട് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ചെറിയ മത്തി നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് വെട്ടി കഴുകി റെഡിയാക്കി എടുക്കണം. ഇത് നമ്മൾ നല്ല പച്ചമാങ്ങ ഇട്ടാണ് അങ്ങോട്ട് റെഡിയാക്കുന്നത്. നല്ല കടയിലെ കറയൊക്കെ ഊറുന്ന നല്ല പച്ചമാങ്ങ ഇതിട്ടാണ് നമ്മൾ ഈ നമ്മുടെ മത്തിപ്പീര കൊണ്ട് റെഡിയാക്കി കൊണ്ട് എടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ വെട്ടി കഴുകി റെഡിയാക്കി കൊണ്ട് എടുക്കാം. അന്നേരം മീനൊക്കെ നമ്മൾ വളരെ സാഹസികമായിട്ട് വെട്ടി ചട്ടിക്കകത്തോട്ട് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് 4-5 ചുവന്നുള്ളിയും മീഡിയം സൈസുള്ള ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് ചോപ്പറിലിട്ട് കട്ട് ചെയ്തത്, ഒരു തണ്ട് കറിവേപ്പില, 3 പച്ചമുളക് കട്ട് ചെയ്തത്, പിന്നെ നമ്മുടെ പച്ചമാങ്ങയുടെ അരമുറി, ഇത്രയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 2 നുള്ളി ജീരകം, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അല്പം കളർ വരാൻ വേണ്ടി 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 നുള്ളി ഉലുവാപ്പൊടി, 1 സ്പൂൺ വെളിച്ചെണ്ണ, ചെറിയൊരു കുഞ്ഞി തക്കാളി, പിന്നെ നമുക്ക് ആവശ്യത്തിന് തേങ്ങ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു അല്പം വെള്ളം അങ്ങോട്ട് തളിച്ചു കൊടുക്കാം. അധികം വെള്ളം ചേർക്കണ്ട. എന്നിട്ട് ഇതൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുടംപുളി നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല, മാങ്ങ ഇട്ടേക്കുന്നതുകൊണ്ട് കുടംപുളി ചേർക്കുന്നില്ല. കുടംപുളിയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നല്ല പുളിയായിരിക്കും. അത് കാരണം കുടംപുളിക്ക് പകരം നമ്മുടെ പച്ചമാങ്ങ ചേർത്താണ് നമ്മൾ നമ്മുടെ കുഞ്ഞൻ മത്തി കൊണ്ട് തോരൻ വെക്കും. കൂടുതൽ ഇളക്കി കൊടുക്കുന്നില്ല, മീനെല്ലാം പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അത് കാരണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിനി തീ അങ്ങോട്ട് കത്തിച്ച് ചെറു തീയിൽ നമുക്കിതങ്ങോട്ട് വേവിച്ച് വറ്റിച്ചെടുക്കാം. വേറെ തീയെല്ലാം കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറു തീയിൽ ഒരു 10 മിനിറ്റ് അടച്ചുകൊണ്ട് വെക്കാം. പിന്നെ ഇടയ്ക്ക് നമ്മുടെ മീൻതോണ്ടൊക്കെ ഒന്ന് തുറന്നു നോക്കാം. വെള്ളമെല്ലാം ഇറങ്ങി എല്ലാം നല്ലപോലെ വെന്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ചട്ടിയൊക്കെ ഒന്ന് ഇറക്കി അങ്ങോട്ട് കൊടുക്കാം. വെള്ളമൊന്നും അത് ഒടിക്കാത്തതുകൊണ്ട് അടിച്ചു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് ഒരല്പം കുറവുണ്ട്. ഇതിനാവശ്യത്തിന് ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊണ്ട് കൊടുക്കണം. ഇളക്കുമ്പോഴത്തേന് മീനെല്ലാം പൊടിഞ്ഞു പോകാനുള്ള ചാൻസാണ്. ഒരാവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി കൊണ്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് അടച്ചുകൊണ്ട് വെക്കാം. 5 മിനിറ്റ് കൂടി ഇരുന്ന് കഴിയുമ്പോഴത്തേന് നമ്മുടെ പച്ചമാങ്ങ ഇട്ട് നമ്മുടെ കുഞ്ഞൻ മത്തിത്തോരൻ ഇവിടെ റെഡിയാവും. വീണ്ടും നമുക്ക് അടച്ചുകൊണ്ട് വെക്കാം. അന്നേരം നമ്മുടെ മത്തിത്തോരനൊക്കെ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. എല്ലാം നല്ലൊരു വെന്ത് വെള്ളമെല്ലാം ഒന്ന് വറ്റി റെഡി ആയിട്ടുണ്ട്. കുന്തിയൊക്കെ കൊണ്ട് ഓഫ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ചട്ടിയുടെ ചൂടത്ത് ബാക്കി വെള്ളം കൂടെ ഒന്ന് വറ്റി നല്ലപോലെ ഡ്രൈ ആയിക്കൊണ്ട് വരും. നമുക്ക് ഈ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം. ഒരു മീനെടുത്ത് മീനെല്ലാം ചെറിയ മീനായതുകൊണ്ട് എല്ലാം പെട്ടെന്ന് പൊടിഞ്ഞു പോകും. സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, എരിവ്, പുളിയ മാങ്ങയുടെ പുളിയൊക്കെ ആവശ്യത്തിനുണ്ട്. എല്ലാ ചേരുവകളും ചേർത്ത് നമ്മൾ ചേറാക്കി നമ്മുടെ സിമ്പിളായിട്ടുള്ള കുഞ്ഞൻ മത്തിത്തോരൻ ഇവിടെ റെഡിയാണ്. ചോറിൻ്റെ കൂടെ അവിടെ കഴിക്കാൻ നല്ല കിടിലായിട്ടുള്ള നമ്മുടെ കുഞ്ഞൻ മത്തി മാങ്ങ ഇട്ട് വറ്റിച്ചെടുക്കും.